എല്ലാ കൂട്ടുകാർക്കും ഇൻഷുറൻസ് പ്രൊഫസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഓഫീസിലെ ഇമെയിൽ ID, അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പർ, അവിടുത്തെ മെയിൻ ഇൻചാർജിന്റെ മൊബൈൽ നമ്പർ എന്നിവ ലഭിക്കാം എന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ യുണൈറ്റഡ് UIIC എന്ന് അടിക്കുക. ഗൂഗിളിൽ അടിച്ചിട്ട് ഇവിടെ ഫസ്റ്റത്തെ uic.co.in എന്ന ഇതിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് മെസ്സേജ് ഉണ്ടായിരിക്കും. അത് ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ പോപ്പപ്പ് മെസ്സേജ് ക്ലോസ് ചെയ്യുക. അതിന് താഴെയായിട്ട് ഇവിടെ കസ്റ്റമർ സർവീസ് എന്നത് കാണാം. കസ്റ്റമർ സർവീസിൻ്റെ ഇവിടെ ഓഫീസ് ലൊക്കേറ്റർ എന്നത് കാണാം. ഇതിലൂടെ ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്കിവിടെ ഗൂഗിളിൽ തന്നെ UIIC ഓഫീസ് ലൊക്കേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നേരെ ഈ ഒരു ഇതിലേക്ക് ഞാൻ കയറി വരിക കേട്ടോ. എന്നിട്ട് നമുക്ക് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് നമ്മൾ ആ സ്റ്റേറ്റിൻ്റെ ഇത് അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ തൽക്കാലം ഡമ്മി രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. ലഡാക്ക് എന്നത് കൊടുക്കാം. ലഡാക്ക് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിറ്റി എന്നത് കൊടുക്കുക. ലേ എന്നാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലേവിൻ്റെ പരിധിയിലുള്ള ആകെ ഇപ്പോൾ നിലവിൽ ഒരു ഓഫീസാണല്ലോ, ബ്രാഞ്ച് ഓഫീസാണ്. ബ്രാഞ്ച് ഓഫീസ് ലേ, ആ ഓഫീസിലെ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഓഫീസിൽ നിലവിൽ ഇൻചാർജ് ആരാണോ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇവിടെ കാണിക്കുക കേട്ടോ. പിന്നെ അയാളുടെ ഡെസിഗ്നേഷൻ അസിസ്റ്റന്റ് മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ബ്ലർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതായതുകൊണ്ട് നിങ്ങൾക്കും നോക്കിയാൽ കാണാവുന്നതാണ്. ഈ സൈറ്റിൽ കയറി നോക്കിയാൽ നിലവിലുള്ള അവിടുത്തെ ഇൻചാർജ് ആരാണോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ ആരാണോ അവരുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ തൊട്ട് താഴെയായിട്ട് അവരുടെ ഇമെയിൽ ID ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഇമെയിൽ ID തൽക്കാലം അവിടെ ബ്ലർ ചെയ്യുന്നുണ്ട്, ബാക്കിയാണ് കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇമെയിൽ ID കഴിഞ്ഞിട്ട് @UIIC പിന്നെ ഇവിടെ ഡോട്ട്, ഇതൊക്കെ ബ്രാക്കറ്റിലാണ് ഇത് കൊടുക്കുന്നത്. ഇത് എങ്ങനെ കൊടുക്കുക വെച്ചാൽ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ID ആകുമ്പോൾ വെറുതെ നമ്മൾ കൊടുക്കുക കേട്ടോ. ഇതാണ് ഇമെയിൽ ID വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിലിവിടെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് @എന്ന് കൊടുക്കുക, പിന്നെ UIIC പിന്നെ ഡോട്ട് എന്ന് കൊടുക്കുക, പിന്നെ വീണ്ടും ഒരു CO എന്ന് കൊടുക്കുക, പിന്നെ ഒരു IN. ഇതാണ് എല്ലാത്തിനും കോമൺ. ഇതിന് മുമ്പുള്ള പേര് മാത്രമാണ് നോക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ യുണൈറ്റഡിൻ്റെ ഡീഫോൾട്ട് ഡൊമൈൻ നെയിം ഇതാണ് ഇമെയിൽ IDയുടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഓഫീസിൻ്റെ നിലവിലുള്ള ഈ ഓഫീസ് മെയിൽ ID ഉണ്ട്, അതും ഇവിടെ കാണിക്കാം. ഓഫീസിൻ്റെ ഓഫീസ് കോഡ്, അത് എല്ലാത്തിനും നമ്മുടെ കേരളത്തിലുള്ളതാണെങ്കിലും ഓഫീസ് കോഡ് ഏതാണോ നോക്കിയിട്ട് ആ ഓഫീസ് കോഡ് നോക്കിയാലും മതി. അത് കഴിഞ്ഞിട്ട് @UIIC.co.in. ഇനി നമുക്ക് ലഡാക്ക് അല്ലാതെ വേറെ ഏത് സ്റ്റേറ്റിൽ വേണ്ടെങ്കിലും നമുക്ക് ആ സ്റ്റേറ്റിൻ്റെ പേര് കൊടുക്കാം. എന്നിട്ട് ആ സ്റ്റേറ്റിലുള്ള ഓഫീസിൻ്റെ പേര് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അവരുടെ നിലവിലുള്ള ബ്രാഞ്ച് ഇൻചാർജിൻ്റെ പേരും ഡെസിഗ്നേഷനും മൊബൈൽ നമ്പറും ഇമെയിൽ ID യും ഓഫീസ് ഇമെയിൽ ID യും നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ.